പിരിച്ചുവിടൽ നടപടി നേരിടുന്ന ഇൻസ്പെക്ടർ PR സുനു ഇന്ന് DGPക്ക് മുന്നിൽ ഹാജരാകില്ല. ആരോഗ്യ കാരണങ്ങളാൽ ഹാജരാകാൻ കഴിയില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പിരിച്ചുവിടുന്നതിന് മുന്നോടിയായിട്ടുള്ള കടുത്ത നടപടികളിലേക്ക് തന്നെയായിരുന്നു നീങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു PR സുനുവിന് നോട്ടീസ് നൽകിയത്. തന്നെ ചികിത്സയിലാണെന്നും സാവകാശം വേണം എന്നുള്ള ആവശ്യമാണ് സുനു ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാവുകയും സംസ്ഥാനത്തെ പോലീസിനാകെ നാണക്കേടാകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടികളിലേക്ക് പോലീസ് നീങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി വിനോദാണ് ചേരുന്നത്. വിനോദ്, എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവധി വാങ്ങിച്ചിരിക്കുന്നത്? സാധാരണഗതിയിൽ എല്ലാ പ്രതികളും ചെയ്യുന്ന അതേ തന്ത്രം തന്നെയാണോ? കിരൺ, നേരത്തെ തന്നെ വിശദീകരണം സുനുവിനോട് ആവശ്യപ്പെട്ടിരുന്നതാണ് രേഖാമൂലമുള്ള എൻക്വയറിയുടെ ഭാഗമായി. പക്ഷെ അപ്പോഴും സുനുവിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ DGPയുടെ മുന്നിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നതാണ് നൽകിയിട്ടുള്ള നിർദ്ദേശം. സുനുവിനെ പിരിച്ചുവിടുന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് തത്വത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായാണ് വിശദീകരണം തേടുക എന്ന കേസുകളിൽ, നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. വലിയ ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ് PR സുനു എന്ന് അന്വേഷണത്തിൽ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നതാണ്. കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള ുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള തീരുമാനം ആഭ്യന്തര വകുപ്പ് കൈക്കൊണ്ടത്. അതിനു മുൻപ് ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ തേടേണ്ടതുണ്ട്. ഇന്ന് സുനു ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മാറി നിൽക്കുന്നത്. പക്ഷേ ഇത് അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് ഹാജരായാൽ ഒരുപക്ഷെ ഇന്ന് തന്നെ ഹിയറിംഗ് നടത്തി, ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ നാളെ തന്നെ അന്തിമമായ തീരുമാനമുണ്ടാകും. ഇത് പരമാവധി വൈകിക്കുക എന്നതാണ്. അങ്ങനെയെങ്കിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ഏതെങ്കിലും ഒരു നടപടിയിലേക്ക് പോയാൽ അത് പിടിവള്ളിയാക്കാനുള്ള സാധ്യത, മറ്റൊന്ന് ട്രിബ്യൂണലിനെ പിന്നീട് സമീപിക്കാനുള്ള അവസരം തേടുക തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് സുനു മാറി നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കിരൺ, വിനോദ, ഈ PR സുനുവിനെതിരെ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നത്, നിരവധി കേസുകൾ. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന പോലീസിൽ ശക്തമായ ഒരു നടപടി എടുത്തുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസ് മാതൃകയാകുക, അല്ലെങ്കിൽ പോലീസിൽ സമാനമായ കുറ്റകൃത്യങ്ങൾ കാണിക്കാൻ തുടങ്ങുന്ന മറ്റ് പോലീസുകാർക്ക് ഒരു ശക്തമായ നിർദ്ദേശം കൂടി അല്ലെങ്കിൽ താക്കീത് കൂടി നൽകുക എന്നതിന്റെ ഭാഗം കൂടിയാണോ ഈ കടുത്ത നടപടിയിലേക്ക് DGP നീങ്ങുന്നത്? കിരൺ, നേരത്തെ തന്നെ മുഖ്യമന്ത്രി നിരവധി പരിപാടികളിൽ, അതായത് പോലീസിന്റെ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പറഞ്ഞതാണ്, വളരെ ചുരുക്കം ആളുകൾ പോലീസിൽ ചെയ്യുന്ന കുഴപ്പം സേനയ്ക്കാകെ അപമാനമാകുന്നു. വലിയൊരു വിഭാഗം ആത്മാർത്ഥമായി പണിയെടുക്കുമ്പോൾ ചെറിയൊരു ശതമാനം ആളുകൾ ഉണ്ടാക്കുന്ന കുഴപ്പത്തിന് പോലീസ് അപ്പാടെ പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കുഴപ്പക്കാരെ പിരിച്ചുവിടാനുള്ള തീരുമാനം, അതിനുള്ള നടപടിയായിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പും ചീഫ് സെക്രട്ടറി തലത്തിൽ തയ്യാറാക്കിയ പട്ടികയുണ്ട്. അതായത് പിരിച്ചുവിടപ്പെടേണ്ട പോലീസുകാരുടെ പട്ടിക ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഉത്തരവായി അടുത്ത ദിവസങ്ങളിൽ ഇറങ്ങുകയും ചെയ്യും. ഇതിനൊരു തുടക്കം എന്ന നിലയ്ക്ക് തന്നെയാണ് സുനുവിന്റെ കേസ് കാണുന്നത്. ഈ സുനുവിന്റെ കേസ് തന്നെ പ്രത്യേകമായി എടുത്താണ് ആഭ്യന്തര വകുപ്പ് അതിന്റെ ഒരു നടപടികളുമായി ഇതുവരെയും മുന്നോട്ട് പോയത്. സുനുവിനെതിരെ നിരവധി ആരോപണങ്ങൾ, അതായത് കൈക്കൂലി, മറ്റ് മാഫിയ ബന്ധങ്ങൾ, ബലാത്സംഗ കുറ്റം തുടങ്ങി ഒട്ടനവധി കേസുകളിൽ സുനു ഉൾപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ എങ്ങനെ സേനയിൽ വെക്കും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വിശദീകരണം തേടി പിരിച്ചുവിടൽ നടപടിയിലേക്ക് കടക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത്.